മക്കളെ, അഞ്ചു മിസ്സാണ്. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം? ഓണം വെക്കേഷനൊക്കെ ആയിരുന്നു. വെക്കേഷനൊക്കെ പെട്ടെന്ന് തീർന്നു പോയി അല്ലേ? എക്സാം കഴിയുന്നു, എക്സാം കഴിഞ്ഞിട്ട് സ്കൂൾ അടയ്ക്കുന്നു, സ്കൂൾ തുറക്കുന്നു, ഒക്കെ പെട്ടെന്നായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ മക്കളെ വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചോ? സിനിമയ്ക്കൊക്കെ പോയോ? എങ്ങനെയുണ്ടായിരുന്നു? ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ വെക്കേഷൻ എങ്ങനെയുണ്ടായിരുന്നു? എന്തൊക്കെയായിരുന്നു വെക്കേഷനിലെ പരിപാടികൾ എന്നൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ മക്കളെ, നമ്മളുടെ വെക്കേഷൻ കഴിഞ്ഞു. നിങ്ങളിപ്പോൾ സ്കൂളിലെത്തിയിട്ട് ആൻസർ ഷീറ്റ് കിട്ടിയോ? ആൻസർ പേപ്പർ കിട്ടിയോ? നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ആൻസർ പേപ്പർ കിട്ടിയപ്പോഴുള്ള മാർക്ക്? നിങ്ങൾ വിചാരിച്ച പോലത്തെ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അതോ വിചാരിച്ച പോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ലേ? എങ്ങനെയാണ്? നല്ല ഗ്രേഡുകൾ കിട്ടിയിട്ടുണ്ടോ? അതും കൂടെ എൻ്റെ മക്കളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് മക്കളെ അടുത്ത് പറയാനുള്ളത്, കുറേ പേപ്പർക്ക് ആൻസർ ഷീറ്റൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ടീച്ചേഴ്സ് ആൻസർ പേപ്പറൊക്കെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ മക്കൾക്ക് നല്ല ഗ്രേഡുകളുണ്ട്. എന്നാൽ ചിലർക്കൊക്കെ ചിലപ്പം നിങ്ങൾ പ്രതീക്ഷിച്ചത്ര ഗ്രേഡ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും കൂടിയാണ് പറയാനുള്ളത്, നിങ്ങൾ വിചാരിച്ചൊരു ഗ്രേഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, സാരമില്ല. നമുക്ക് ഇനി മുന്നിൽ എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് ക്രിസ്മസ് എക്സാം വരാൻ പോകുന്നുണ്ട്, ആനുവൽ എക്സാം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നന്നായിട്ട് പഠിച്ച് നല്ല രീതിയിൽ അതിന് സ്കോർ ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ കാര്യം കഴിഞ്ഞു, ഇനി എന്ത് എന്നുള്ളതാണ് എൻ്റെ മക്കൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, ശരിയാണ്, എക്സാമിൻ്റെ പാറ്റേണൊക്കെ പെട്ടെന്നൊന്ന് മാറിയപ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മക്കളെ, നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഇങ്ങനെ ഒരു പാറ്റേണിൽ ചേഞ്ച് വന്നത് നമുക്ക് ശരിക്കും നല്ല കാര്യമല്ലേ? നമ്മളിങ്ങനെ ബൈ ഹാർട്ട് പഠിക്കുന്നത്, അങ്ങനെ പഠിക്കുന്ന രീതിയിൽ നിന്നും നമ്മൾ ചിന്തിച്ച് നമ്മളുടെ ഒരുപാട് സ്കില്ലുകളൊക്കെ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പം വന്നിരിക്കുന്ന പാറ്റേൺ. അതായത് നിങ്ങളുടെ ഒരുപാട് സ്കില്ലുകൾ കൂട്ടാൻ സഹായിക്കും. നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പോഴേ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അത് ഫേസ് ചെയ്യാൻ കൂടെ നിങ്ങളെ പ്രാപ്തരാക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ മോഡലൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മുന്നിൽ ക്രിസ്മസ് എക്സാം വരുന്നുണ്ട്. അപ്പം നമ്മളിപ്പം കരുതുന്നുണ്ടാവും, ക്രിസ്മസ് എക്സാമിന് ഒരു 3 മാസം ഉണ്ടല്ലോ, 3-4 മാസം ഉണ്ടല്ലോ, അങ്ങനെ പഠിക്കാമല്ലോ. 3-4 മാസമൊന്നുമില്ല, കുറച്ച്, അതായത് ഒരു 3 മാസം കഷ്ടിച്ചുണ്ട് അല്ലേ? ഈ 3 മാസം നമ്മളുടെ വെക്കേഷൻ കഴിഞ്ഞ പോലെ തന്നെ നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് ഈ മാസങ്ങളും കഴിഞ്ഞു പോവും, എക്സാം ആവും. അപ്പോൾ തലേന്ന് ഇരുന്നിട്ട് നമ്മൾ ചടപടയെന്ന് പറഞ്ഞ് പഠിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ നന്നായിട്ട് പുതിയ പാറ്റേണിനനുസരിച്ച് ആ പുതിയ പാറ്റേൺ മനസ്സിലാക്കി അതെങ്ങനെയാണ് നമ്മൾ ഇനി പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കി ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അതായത് ഇന്ന് തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളുക. കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിച്ച് വരിക. എന്നിട്ട് ലാസ്റ്റിൽ നമുക്ക് മാരത്തോണും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്കത് റിവിഷനും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് സെറ്റാക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക? നമുക്കൊക്കെ ഇനി നമുക്ക് മുന്നിൽ കലാമേള വരുന്നുണ്ട്, സ്പോർട്സ് വരുന്നുണ്ട്, ശാസ്ത്രമേള വരുന്നുണ്ട്, ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഇനി നിങ്ങൾക്ക് വരുന്നുണ്ട്. അതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ നിങ്ങളുടെ പഠിത്തവും ഒരു സൈഡിൽ വേണം. 5ാം ക്ലാസ് അല്ലേ, ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ കുറേ പഠിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ? കുറേ ഒന്നും പഠിക്കേണ്ട, കുറച്ച് സമയം, ഒരു ദിവസം കുറച്ച് സമയം നിങ്ങൾ പഠിത്തത്തിനായിട്ട് മാറ്റി വെക്കുക. ഇങ്ങനെ ബൈ ഹാർട്ട് പഠിക്കുന്ന രീതിയാണോ? അല്ല. പുതിയ പാറ്റേണുകൾക്കൊപ്പം പുതിയ പാറ്റേണുകൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതൊരു ഐഡിയ കിട്ടിയല്ലോ, അതുപോലെ വേണം നമ്മൾ ഇനി പഠിക്കാനായിട്ട്. അപ്പം നിങ്ങൾ പേടിക്കേണ്ട, നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. നമ്മളുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഫുൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ മക്കളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി. നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുമ്പം അപ്പോഴേ അറിയുള്ളൂ. അപ്പം നമ്മൾ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ ക്ലാസ്സുകളൊക്കെ കാണുക. അതേപോലെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ പഠിക്കുക കേട്ടോ. അപ്പോൾ സമയം വേസ്റ്റ് ആക്കാൻ പാടില്ല, പഠിക്കണം. അതുകൂടാതെ നിങ്ങൾക്കുള്ള ഇനി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക? ഇനി മുന്നോട്ട് പോവുക. അതുപോലെ പോസിറ്റീവായിട്ടിരിക്കുക. ഇപ്പം എക്സാമിനൊന്നും മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ എനിക്ക് മാർക്ക് കുറഞ്ഞു, എൻ്റെ ഫ്രണ്ടിന് മാർക്ക് കൂടുതൽ കിട്ടി, അങ്ങനെയൊന്നുമില്ല. അതൊന്നും ഒരു വിഷയമല്ല. നമുക്കിനി മുന്നിൽ അടുത്ത എക്സാം ഉണ്ട്, അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഉഷാറാക്കിയിട്ട് അറ്റൻഡ് ചെയ്യാം അല്ലേ? അപ്പോൾ ഇതുവരെ കഴിഞ്ഞ കാര്യം കഴിഞ്ഞു, അതോർത്ത് വിഷമിച്ചിരിക്കേണ്ട. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മളൊന്ന് വീണ് കഴിഞ്ഞാലല്ലേ നമുക്കൊരു ഉയർച്ച ഉണ്ടാവും എന്ന് പറയാം. അങ്ങനെ കരുതിയാൽ മതി. ഇനി വരാൻ പോകുന്ന എക്സാമിന് എന്ത് ചെയ്യുക? ഇനിയുള്ള കാര്യത്തിൽ എന്ത് ചെയ്യുക? ഫോക്കസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ മക്കളെ, ബൈ.